2025 നീറ്റ് സ്വപ്നം കണ്ട് ബ്രില്യൻറ്റിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് ഈ മാസം 10-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ അവർ എങ്ങനെയാണ് ബ്രില്യൻറ്റുമായിട്ട് കോപ്പ് ചെയ്യുന്നത്, അവർ പഠിക്കുന്നുണ്ടോ, വീട്ടിൽ നിന്ന് മാറി നിന്ന വിഷമമുണ്ടോ, എന്തൊക്കെയാണ് ബ്രില്യൻറ്റിൽ നടക്കുന്നത്, ഇതൊക്കെ അറിയാൻ വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ ഇനി ബ്രില്യൻറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെല്ലാം ഈ പുതിയ ബാച്ചിലെ കുട്ടികൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് ബ്രില്യൻറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഈ ഒരാഴ്ചയിൽ അവർ എന്തൊക്കെയാണ് ഇവിടുന്ന് നേടിയെടുത്തതെന്ന് നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ബ്രില്യൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സുകളൊന്നും ഇന്നില്ല, പക്ഷേ റെഫറൻസ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാം. ലൈബ്രറി ഓപ്പൺ ആണ്, എല്ലാ പുസ്തകങ്ങളും ലൈബ്രറിയിലും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ പ്രൊഫസേഴ്സ് റൂമിൽ അത്യാവശ്യം പ്രൊഫസേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് റെഫറൻസിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ബ്രില്യൻറ്റ് സിസ്റ്റം ദേ ഈ സൺഡേയും റൺ ചെയ്യുവാണ്. പുതുതായി വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സിസ്റ്റവുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദേ ഞാനിപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഒരു ക്ലാസ് റൂമിലേക്കല്ല കേട്ടോ, ഒരു റെഫറൻസ് റൂമിലേക്കാണ്. നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികൾ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇവരൊക്കെ റെഫറൻസിന് വന്നിട്ടുണ്ടാവുമോ, എന്താണ് അവസ്ഥ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ്റ് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കുറേ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അവർ കൃത്യമായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ട്രീമിലേക്ക് വരികയും കൃത്യതയോടെ ഇവിടെ വന്ന് റെഫറൻസിനിരുന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം എൻ്റെ മകള് പഠിത്തം തുടങ്ങിയോ, അവൾ ബ്രില്യൻറ്റുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്തു, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ബ്രില്യൻറ്റുമായിട്ട് ചേർന്ന് ഞങ്ങളുടെ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞു. അതിനുദാഹരണമാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഈ റെഫറൻസ് റൂം. ഞാൻ ഇന്ന് ഒന്ന് അവിടേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്കും എന്നോടൊപ്പം കൂടെ വരും. പഠിക്കുവാണോ എല്ലാവരും? സന്തോഷമാണോ? ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ ബ്രില്യൻറ്റ് വന്നിട്ട്? അടിപൊളിയാണ്. ഇരുന്നോടാ. എങ്ങനെയുണ്ട്? ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് റെഫറൻസ് ഡേ ആണോ? അല്ല. ഓ, അപ്പോൾ നിങ്ങൾ ആ പാത്തിലേക്ക് വന്നിട്ടുണ്ട്. റെഫറൻസിന് വരുന്നതാണോ ഇഷ്ടം? ഇവിടെ വന്നിരുന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് സൗകര്യം അല്ലേ. എന്താ മോളുടെ പേര്? ദിയാന. എവിടെ വീട്? ലക്ഷദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപിൽ നിന്ന് എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞത് മോള്? ഞാൻ ഓൾറെഡി പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കുറിച്ച് കുറേ അറിയുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഭയങ്കര എല്ലാവരും ഇവിടെയാണ് വരുന്നത്. എൻ്റെ സീനിയേഴ്സ് ആയാലും എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അറിയാം ഓൾറെഡി ബ്രില്യൻറ്റ് എന്താണെന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് തോന്നി? എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷം. കാരണം പഠിക്കാനും നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അതായത് നമ്മളെങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഹാപ്പിയാണ് പൊതുവെ? ഓ, ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി വന്ന് നിൽക്കല്ലേ, അതിൻ്റെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അതോ അഡ്ജസ്റ്റഡ് ആയി? കുറേ ദൂരത്തല്ലേ ഉള്ളത് ലക്ഷദ്വീപ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എന്നാലും ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമുക്ക് സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ്. ഹോസ്റ്റലായാലും അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നില്ല. അവിടെ എല്ലാവരും അത്രയും ഹാപ്പിയാണ്. എനിക്ക് ആ സന്തോഷം മുഖത്തിൽ നിന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പഠിച്ച മോനെ ഏതാ? ഫിസിക്സ് ആണോ? അതെ, ഫിസിക്സ് ആണോ പേടിയതോ? അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. ഫിസിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ വേണമല്ലോ എന്ന് ഓർത്ത് പ്രാക്ടീസിങ്ങിലാണ്. മോനെ, മോളുടെ പേരെന്താടാ? ശ്രീനിധി. എവിടെ വീട്? പാലക്കാട്. പാലക്കാട്. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റ് വന്നിട്ട്? അടിപൊളിയാണ്. നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഹാപ്പിയാണ്? അതെ, ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് ആ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഫ്രണ്ട്സും ഹോസ്റ്റലിൽ എല്ലാവരും ഭയങ്കര ഇതാണ്. പിന്നെ നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യാനല്ലേ വന്നപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെ കൊടുക്കണം. ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ടീച്ചിങ് തന്നെയാണ്. നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്ന സപ്പോർട്ട്, ടീച്ചേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും എല്ലാവരും തരുന്ന അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. മൊത്തത്തിൽ ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് മാറുന്നതായിട്ടൊന്നും തോന്നില്ല, ഹാപ്പിയാണ്. അപ്പം ഈ വർഷം എന്തായാലും ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഏറ്റവും ബാക്കി ഇരിക്കണം ചോദിക്കാം. മോളുടെ പേരെന്നാടാ? മെഹന. എവിടെ വീട്? മലപ്പുറം.
മലപ്പുറത്ത് നിന്ന് വന്ന് ഈ പാലയിൽ വന്ന് ഈ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഹനയ്ക്ക് എന്ത് തോന്നണടാ? സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. എപ്പോഴാണ് തീരുമാനിച്ച മെഹന എനിക്ക് ഡോക്ടർ ആകണം എന്നൊരു സ്വപ്നം എപ്പോഴായിരുന്നു മനസ്സിൽ വന്നത്? പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്. സ്കൂളിങ്ങിലേ ഉണ്ട്? ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് അതെങ്ങനെ തോന്നി? ഇവിടുത്തെ റിസൾട്ടാണ്? റിസൾട്ട് മാത്രമല്ല, കുറേ ആൾക്കാർ, നമുക്ക് അറിയുന്ന കുറേ പേരുണ്ട് ഇവിടെ പഠിച്ചവർ. പിന്നെ മീഡിയയിലൂടെ ആയാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും കുറേ ആൾക്കാർ ഇവിടെ പഠിച്ചവരുണ്ട്. സോ ത്രൂ ദെം പബ്ലിസിറ്റിയാണ് അല്ലേ? ശരിക്കും ബ്രില്യൻറ്റിന് അത് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ട് പോയവർ പറയുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു കേട്ട അറിവിലാണല്ലോ നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞു കേട്ട അറിവും അനുഭവിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമാണോ അതോ കൂടുതലാണോ കുറവാണോ? എന്താ? കൂടുതൽ തന്നെയാണ്. കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ ചോയ്സ് ഒട്ടും തെറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വിക്ടറി ഡേക്ക് കാണാം. ഹായ് മോളു. ഹായ്, എൻ്റെ പേര് അശ്വിനി. എവിടുന്ന് വരുന്നത്? ഫ്രം കന്യാകുമാരി. You are not a Kerala. Yeah. Oh, that's a great thing. From Kanyakumari to Kerala. That is to Pala. Yeah. What are you feeling now? Yeah, I feel great that my parents are satisfied by taking an admission here. Okay. Already my sister have studied, so she got an MBBS seat in a government medical college. Wow, that's great. So, Which medical college she is studying now? MMC, Madras Medical Madras College. Medical College. Yeah. Okay, that's really great. So actually you, your family members is having an experience, right? Yeah, ma'am. Okay, so when you came over here, how you are feeling? Like, I felt that if I studied here, if I put my more concentration, definitely I will get, because the teachers and all are encouraging us, motivating us, and they are providing reference class too. This provides some peaceful environments to study, so it makes us to feel happy and don't worry about this. That. so you are confident about the system what we are providing? Yeah, ma'am, that's really great. It's provide us a peaceful environment, so we can ask doubt to the professors. They are already here. Okay. Always from 8:30 to 5:30 the reference class is there. Okay. So till that the professors are there, so it's So you great. can make use all of these things, Yes, right? ma'am. Yeah, if we use it, we will definitely be in the next year. We will So in the only medical one college. thing is that you have to work hard. That is Yeah, the thing. ma'am. Yeah, they are supporting. They all are supporting. Okay, that is really great to hear that, because we are always ready to support the students who are coming to us, and the student is telling that we are getting everything, means it's really out of words. Yeah, ma'am. Okay, and one more thing I want to ask you. You came here just before 1 week, right? Yeah, What ma'am. is the most attractive thing what you find from our classes, or is it teachers, or is it mentors, and what is exactly the major thing what you're feeling? Major thing, first I like this reference class. Okay. Because their professors are there. If you're so sitting I in like, home, you cannot able to study that much. that one. Okay. Then our concentration fully in this lesson, so that we won't deviate from anywhere. Great. So the e-learning app, they are providing e-learning app, so we can clarify our doubts by seeing that whenever So if you're not clear, if about any concepts, we can use after. e-learning app, Yeah. so you are starting using that app. Yes, ma'am. Yes. So you, Start. I think you all are starting making use of all the facilities what we Yes, are providing, no? yeah. We are very happy. പല സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് എത്തിയിട്ട് മക്കൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇവിടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഞങ്ങൾക്കിനി ഒന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് തന്നെയാണ് ഇനി ഇവിടെ അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ ബ്രില്യൻ്റ് എന്തിന് എന്ന് ആലോചിക്കുന്നവർക്കുള്ള ഞങ്ങളുടെ ഉത്തരമാണ് ഇവിടെയുള്ള ഓരോ കുട്ടിയുടെയും ആൻസർ എന്ന് ഞങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ഒരു MBBS മോഹം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഫേസ് 1ൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, റെഫറൻസ് റൂമും ഒക്കെ കാണിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗമാകാൻ. പേടിക്കേണ്ട കേട്ടോ, ഞങ്ങളുടെ ഫേസ് 2ൻ്റെ അഡ്മിഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ എന്നാ തുടങ്ങുന്നതെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ സെൻറ്ററുകളിൽ ഈ മാസം 19-ാം തീയതിയാണ് ഫേസ് 2ൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുക. 20-ാം തീയതി ഞങ്ങളുടെ മെയിൻ സെൻറ്റർ പാലയിൽ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇനി കോട്ടയ്ക്കൽ, കോഴിക്കോട് ജൂൺ 24-നാണ് ഫേസ് 2ൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുക. കണ്ണൂർ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? 26-ാം തീയതി കണ്ണൂർ ക്ലാസ്സുകൾ തുടങ്ങും.
നിങ്ങൾക്ക് 625 മാർക്കിന് മുകളിലാണെങ്കിൽ ഫുഡ്, അക്കോമഡേഷൻ, കോഴ്സ് ഫീ ഉൾപ്പെടെ എല്ലാം തന്നെ ഫ്രീ ആയി ലഭിക്കും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാമ്പത്തിക പരാധീനതയുണ്ടെങ്കിലും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബ്രില്യൻ്റ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനി നിങ്ങൾ 600-നും 624-നും ഇടയിൽ മാർക്ക് വാങ്ങിയവരാണെങ്കിൽ കോഴ്സ് ഫീ, മെറ്റീരിയൽ ഫീ, അക്കോമഡേഷൻ ഇവയെല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. ഇനി നിങ്ങൾ 450-ന് മുകളിൽ സ്കോർ നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 100% വരെ സ്കോളർഷിപ്പ് ലഭ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ബാധ്യതയും നിങ്ങൾക്കൊരു ബാധ്യതയാകില്ല. ഞങ്ങൾ ബ്രില്യൻ്റ് ടീം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഒരു റിപ്പീറ്റേഴ്സ് കോച്ചിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നവരാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 10% മുതൽ 100% വരെ സ്കോളർഷിപ്പ് ലഭ്യമാണ്. മാത്രമല്ല നിങ്ങൾ ബ്രില്യൻ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെയും കാത്ത് ആകർഷകമായ സ്കോളർഷിപ്പുകളാണ് ബ്രില്യൻ്റിൽ ലഭ്യമായിട്ടുള്ളത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.